നമസ്കാരം. നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണോ? ഈ വീഡിയോ വരെ നിങ്ങൾ ചിലപ്പോൾ മൊബൈൽ ഫോൺ വെച്ചിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, കാരണം ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ത്യയിലെ എല്ലാ മൊബൈൽ ഫോൺ ഉപയോക്താക്കളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. മൊബൈൽ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് സഞ്ചാർ സാഥി. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സഞ്ചാർ സാഥി എന്ന ആപ്ലിക്കേഷൻ രാജ്യത്തിലെ എല്ലാ മൊബൈൽ ഫോണുകളിലും നിർബന്ധിതമാക്കുക എന്നുള്ളത്. ശരിക്കും ഈ ആപ്പ് എന്താണ്? എന്തിനാ ഇതിങ്ങനെ നിർബന്ധമാക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് നമുക്കുള്ള ഒരു ഗുണം? ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി കുറച്ചൊക്കെ ആശങ്കപ്പെടുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഒപ്പം ഇതിനോടൊപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയാനും ആഗ്രഹം ഉണ്ടാവും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ബോസ്വാല മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജ്ന. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ആപ്പാണിത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആരൊക്കെ ഉപയോഗിക്കുന്നു? നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡുകൾ ഉണ്ട്? ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണ് എപ്പോഴെങ്കിലും മോഷണം പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാ ബ്ലോക്ക് ചെയ്യുക? ഇതെല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ വിദ്യാഭ്യാസപരവും വിവരശേഖരണത്തിനുമായി മാത്രമാണ്. ആപ്പിന്റെ മുഴുവൻ സേവനങ്ങളും ഔദ്യോഗിക സർക്കാർ പ്ലാറ്റ്ഫോം വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏതെങ്കിലും സുരക്ഷാ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ തന്നെ സ്ഥിരീകരിക്കുക. സഞ്ചാർ സാഥി എന്നത് ടെലികോം മിനിസ്ട്രി വികസിപ്പിച്ചെടുത്ത ഔദ്യോഗിക ആപ്ലിക്കേഷനാണ്. ഇനി ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. 1. മൊബൈൽ സുരക്ഷ വർദ്ധിപ്പിക്കുക. 2. മൊബൈൽ തട്ടിപ്പുകൾ കുറയ്ക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ മൊബൈൽ ഫോണുകൾ കൊണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. സോ അത് തിരിച്ചറിയാൻ നമുക്ക് ഈ ആപ്പിലൂടെ സാധിക്കും. മോഷ്ടിച്ച ഫോണുകൾ ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കുക. നിങ്ങളുടെ ഐഡിയോട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ മൊബൈൽ നമ്പറുകളും കാണിക്കുക. വ്യാജ സിമ്മുകളും നിരോധിത IMEIകളും കണ്ടെത്തുക. ഇങ്ങനെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ആപ്പിലൂടെ ചെയ്യാൻ സാധിക്കും. സത്യം പറയാ, ഈ ഒരു ആപ്പ് ഒരു സുരക്ഷാ ഉപകരണം കൂടിയാണ് കേട്ടോ. ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ മൊബൈൽ കണക്ഷനുകൾ നിയന്ത്രിക്കാനും ഇനി നമ്മൾ അറിയാതെ നമ്മുടെ പേരിൽ ആരെങ്കിലും വ്യാജ സിം എടുത്തിട്ടുണ്ടോ ഇതൊക്കെ അറിയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഫീച്ചേഴ്സ് നോക്കിയാലോ. നമ്പർ 1, നോ യുവർ മൊബൈൽ. നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡുകൾ ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്പർ 2, CEIR. നിങ്ങളുടെ മൊബൈൽ ഫോൺ മോഷണം പോയാൽ ബ്ലോക്ക് ചെയ്യാനും എന്നാൽ അത് തിരിച്ചു കിട്ടിയാൽ അൺബ്ലോക്ക് ചെയ്യാനും സാധിക്കും. നമ്പർ 3, സിം ചെക്ക് ഓർ IMEI ചെക്ക്. നിങ്ങളുടെ IMEI നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കാം. നമ്പർ 4, റിപ്പോർട്ട് സസ്പീഷ്യസ് നമ്പേഴ്സ്. സംശയാസ്പദമായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന നമ്പറുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. നമ്പർ 5, ഫ്രോഡ് നമ്പർ ചെക്കിംഗ്. നിങ്ങൾക്ക് വരുന്ന മൊബൈൽ കോൾസ് എന്തെങ്കിലും തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ ഒരു ആപ്പിലൂടെ സഹായിക്കും. എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അതെ, അതുതന്നെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞത്. ഇത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണെന്നുള്ളത്. ഇപ്പം ഒരുപാട് സൈബർ തട്ടിപ്പുകളും വീഡിയോ കോൾസ് വഴി നമുക്ക് നമ്മളോട് പണം ആവശ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ കാര്യത്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുക, നമ്മളൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഫേക്ക് കോൾ ചെയ്തിട്ട് പണം തട്ടാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പേരിൽ വ്യാജ സിമ്മുകൾ എടുത്തിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് പ്രശ്നമാകുമ്പോൾ നമ്മുടെ തലയിലായിരിക്കും വരിക അല്ലെ. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് സഞ്ചാർ സാഥി. സോ ഇനി ഈ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങളുടെ പേരിലുള്ള സിമ്മുകൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ആദ്യമായി നിങ്ങളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം OTP വന്നിട്ട് അത് സ്ഥിരീകരിക്കുക. അപ്പൊ നിങ്ങളുടെ പേരിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എടുത്ത സിം കാർഡുകളുടെ ലിസ്റ്റ് വരും. അതില് നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിക്കാറ് അല്ലെ. സോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയെ നോക്കേണ്ടത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോളിസി ബസാറിൽ 400 രൂപയ്ക്കും 500 രൂപയ്ക്കും ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ ടേം ഇൻഷുറൻസും ലഭ്യമാണ്. 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും കോടികളുടെ ഇൻഷുറൻസ് കവറേജും 25% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ 30 മിനിറ്റിൽ ക്ലെയിം സപ്പോർട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ റിലേഷൻഷിപ്പ് മാനേജറുമായി സംസാരിക്കാനുള്ള സംവിധാനമുണ്ട്. ഇന്ന് തന്നെ പോളിസി ബസാറിൽ പോയിട്ട് ഇൻഷുറൻസ് എടുക്കാം. അടുത്തത്, ഇനി ഫോൺ മോഷണം പോയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആപ്പ് തുറന്ന് CEIR സെക്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങളുടെ IMEI നമ്പർ കൊടുക്കുക. FIR അഥവാ കംപ്ലൈന്റ് നമ്പർ അപ്ലോഡ് ചെയ്യുക.
24 മണിക്കൂറിനുള്ളിൽ ബ്ലോക്ക് ചെയ്യപ്പെടും. അടുത്തതായി നമ്മുടെ ഫോൺ ഇനി മോഷണം പോയി കഴിഞ്ഞ് നമുക്കത് തിരിച്ചു കിട്ടിയാലോ? തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനടി അത് അൺബ്ലോക്ക് ചെയ്യണം. അതിനുവേണ്ടി അവിടെ അപേക്ഷ നൽകി നമുക്ക് അപ്പോൾ തന്നെ അൺബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. സഞ്ചാർ സാഥി ആപ്പ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് എന്തെല്ലാം പ്രയോജനങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം. നമ്മുടെ പേരിലെടുത്ത വ്യാജ സിം കണ്ടെത്താൻ സാധിക്കും. സൈബർ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം, നഷ്ടപ്പെട്ട ഫോണ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. സംശയാസ്പദമായി തോന്നുന്ന ഏത് നമ്പറിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. വ്യക്തിഗത ഡാറ്റ സുരക്ഷിതമാക്കാം. ശരിക്കും സർക്കാർ ഇത് സുരക്ഷാ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുറത്തിറക്കിയതെന്നാണ് പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷനെതിരെ നടക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ സേവനം ഉപയോഗിക്കാൻ സാധിക്കുക? സഞ്ചാർ സാഥി ആപ്പിലോ അല്ലെങ്കിൽ അതിന്റെ വെബ്സൈറ്റിലോ കയറി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്കത് ലോഗിൻ ചെയ്യാം. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ എന്ത് സേവനമാണോ വേണ്ടത് അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ സേവനം കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയം വന്നാൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് നമുക്കത് ക്ലിയർ ചെയ്യാനും സാധിക്കും. അപ്പൊ നിങ്ങൾ പറ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഈ കാര്യത്തിൽ കൂടുതലായിട്ടൊരു ക്ലാരിറ്റി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരണമെന്ന് പലരും ആവശ്യപ്പെടുന്നതായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷന്റെ ഗുണങ്ങളും അതിനോടൊപ്പം തന്നെ നമുക്ക് വരുന്ന കുറച്ച് സംശയങ്ങളും രണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് us ബോസ്വാല മലയാളം. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡിങ് അപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ അജ്ന രവീന്ദ്രൻ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇവിടെയുള്ള അഭിപ്രായങ്ങൾ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ മാത്രമാണ്. ചാനൽ ഈ അഭിപ്രായങ്ങളെ അംഗീകരിക്കുന്നതോ നിരാകരിക്കുന്നതോ അല്ല. വ്യക്തിഗത പ്രൈവസി, ഡേറ്റ, ആപ്പ് പെർമിഷൻ സംബന്ധിച്ച അന്തിമ വിവരം സർക്കാരിന്റെയും ആപ്പിന്റെയും ഔദ്യോഗിക പ്രസ്താവനയിൽ നിന്ന് മാത്രം അറിയുക. ബോസ്വാല, be the boss.